KSRTC ടൂർ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രജനികാന്തിനെ വെല്ലുന്ന ക്രൂസ് പോകാനായില്ലേ? പോകാനായിക്കൊണ്ടിരിക്കുകയാണ്. പോവാണ്. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിനുള്ള പരിപാടിയിലാണ്. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി കേട്ടോ. നമ്മൾ പോണ വണ്ടി അടുത്ത പ്രാവശ്യം പോണ വണ്ടി അടുത്ത പ്രാവശ്യം പോണ ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആള് ഞാനായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയ കുട്ടിക്കാലത്തിലോട്ട് പോകാം അല്ലേ? എന്തിനു പറയുന്നല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, ഒന്ന് പറയാം, പറ. വെരി ഗുഡ്, വെരി ഗുഡ്, പിടിക്കാനുള്ള അവന്റെ അടങ്ങാത്ത KSRTC ടൂറ് ഞാൻ വിചാരിച്ചപ്പം ഒരു അടൂർ ഗോപാലന്റെ സിനിമ പോലെ വന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പം ധൂമജാലേ ധൂമജാലേ KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ടൂറിസം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇപ്പൊ സാധാരണക്കാരന് പിന്നെ യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ KSRTC ഒരു ബഡ്ജറ്റ് ടൂറിസം. ചെറിയ ചെലവ്, യാത്രകൾ മെച്ചം, പിന്നെ കാഴ്ചകൾ മെച്ചം, പ്രകൃതിയുമായി ഇണചേർന്ന് മാത്രമാണ് KSRTC എല്ലാ ബഡ്ജറ്റ് ടൂറിസവും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്നും പിന്നെ ഏകദേശം 3 യാത്ര മാസത്തിൽ തുടങ്ങിയത് ഇന്ന് ഏകദേശം 30 യാത്ര ഒരു മാസം, അല്ലെങ്കിൽ 90 യാത്രകൾ വരെ നിലമ്പൂർ അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഭയങ്കര വൈബല്ലേ? ഇതിന് നമുക്ക് അങ്ങനെ പ്രത്യേക ട്രെയിനിങ് ഒന്നുമില്ല. ഇത് നമ്മൾ തന്നെ ട്രെയിനിങ് ആക്കാം സാറിന്റെ മാതിരി തന്നെ. ഓക്കെ, താങ്ക് യു. അതന്നെ വേണ്ടത്, നമ്മുടെ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്. നമ്മളെ സ്വന്തം നമ്മളെ യാത്രകൾ എന്ന് പറയുന്നത് നമ്മളെ ആനന്ദം കണ്ടെത്താനാണ്. അവിടെ നമ്മളെ മനസ്സിലെ എല്ലാ ടെൻഷനും മാറ്റി വെച്ച് അടിപൊളിയായിട്ട് അതിൽ മുഴുകി നമ്മൾ ആ യാത്രയെ ആസ്വദിക്കാം. ഏതായാലും നിങ്ങൾ ബസ്സിന്ന് ഞങ്ങൾക്ക് പാടി ആ പാട്ടുണ്ട് 2 വരി പാടൂ ഏതെങ്കിലും. അന്നൈനെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില മടിക്കൂലും കൂടി തേക്കൂലാന്ന് മടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നും കൊണ്ടുറങ്ങും. ചുരുക്കി പറഞ്ഞാൽ KSRTC ഞങ്ങൾക്ക് അപരിചിതരെ പരിചിതരാക്കാനുള്ള ഒരു വലിയൊരു അവസരം കൂടിയാണ് തന്നത്. ഇവിടെ ഒരു കൗൺസിലർ ഉണ്ട്, കൗൺസിലർ മുങ്ങി വന്നിരിക്കുകയാണ്, അവിടെ ഞങ്ങൾ കാണിക്കുന്നില്ല. എങ്ങനെ പെരിന്തൽമണ്ണ ടീമല്ലേ? ചെമ്മാട് പെരിന്തൽമണ്ണ MLA നമ്മളെ ദോസ്താണ്. ഒക്കെ നമ്മളെ ടൂറിൽ അടിച്ച് പൊളിക്കുകയാണ്. എങ്ങനെയുണ്ട് ടൂർ? എങ്ങനെയുണ്ട്? അല്ലേ, പൊളിച്ചടിക്ക് KSRTC ടൂറില്. KSRTC ഈ രൂപത്തിലാക്കിയെടുത്ത് ഞങ്ങൾ നന്ദി പറയാം അല്ലേ? പ്രത്യേകിച്ച് നമ്മളെ ട്രാൻസ്പോർട്ട് ജനകീയാക്കിയെടുത്തു. അല്ലെങ്കിൽ KSRTC തന്നാലല്ലേ അടിപൊളി. നമ്മുടെ KSRTC ടൂർ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുന്നേ പൊളിച്ചടിക്കുകയാണ് മുന്നേറി അല്ലേ? ഇതുപോലൊരു ടൂർ അനുഭവം ഉണ്ടായില്ല. ഇല്ല, ഞാൻ വിചാരിച്ചത് വല്ല അവാർഡ് സിനിമ പോലെ ആയിരിക്കും. സത്യം പറയണേ, ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലില് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാ വരുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. നടന്നില്ല മക്കളെ, നടന്നില്ല. ഇന്നലെ ഫുള്ളായിട്ട് ഉറങ്ങിയില്ല, ഇന്നും കിടന്നുറങ്ങാന്ന് കരുതി, നടന്നില്ല. ഭയങ്കര അടിപൊളി വൈബ്. മോളെ, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് ഇവിടെ വന്നിരിക്കുന്നു. ഹോട്ടലിന്റെ പേരെന്തായിരുന്നു? ശ്രീ ആനന്ദ ഭവൻ. നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. നമ്മളെ എന്താ പേര്? പാട്ട് പഠിക്കും. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യുന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു, പൂമ്പോലെ നീ വിറഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ കുള്ളികളായി. കണ്ട നേരം കുണ്ടലായി, വിണ്ണലി കുണ്ടലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാം മാറും
എല്ലാം അറിവില്ലാണു നീ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. മാഷ് ടീച്ചേഴ്സ്. അപ്പൊ നിങ്ങൾ യുവജനോത്സവത്തിന് പങ്കെടുക്കും? ഇന്നലെ 1 മണി വരെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇല്ലിക്കൽ കല്ലിലേക്ക് ജോയിൻ ചെയ്യുന്ന പുതിയ ടീമാണ്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? മണ്ണാർക്കാട്. നമ്മളൊക്കെ പഠിച്ച പഴയ കോളേജാണ്. ഞങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. നിലമ്പൂർ. ആ, MES പഠിച്ചത്. എൻജോയ്. How is the KSRTC? Enjoy ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ നിലമ്പൂർ, നിങ്ങൾ മണ്ണാർക്കാട്.